പി ശശിക്കെതിരെ സിപിഎമ്മിന് നൽകിയ പരാതി പുറത്തുവിട്ട PV അൻവർ. ശശി സാമ്പത്തിക തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിച്ച് തുക തട്ടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി പറയാൻ വരുന്ന കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ നമ്പർ വാങ്ങിവെക്കുന്നു. ഇവരിൽ ചിലരോട് ശൃംഗാരഭാവത്തിൽ ശശി സംസാരിച്ചുവെന്നും അൻവർ ആരോപിച്ചു. വിവരങ്ങൾ നൽകാൻ മലപ്പുറത്ത് നിന്ന് ജംഷീറും തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫും ചേരുന്നുണ്ട്. ജംഷീർ, പുറത്തുവിട്ട പരാതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശശിക്കെതിരെ അൻവർ ആരോപിക്കുന്നത്? രേഷ്മ, നേരത്തെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എല്ലാം തന്നെ ഈ പരാതിയിലുമുണ്ട്. അതായത് ഇത്തരത്തിലൊരു പരാതി പാർട്ടിക്ക് PV അൻവർ നൽകിയിട്ടില്ല എന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ അല്ലെങ്കിൽ വക്താക്കൾ ചില മാധ്യമങ്ങളിൽ അത്തരത്തിൽ പരാമർശങ്ങൾ നടത്തി എന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇന്നിപ്പോൾ രാവിലെ PV അൻവർ തൻ്റെ ഫേസ്ബുക്കിലൂടെ ഈ പി ശശിക്ക് നൽകിയ പരാതി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ഓരോ പരാതികളും, അതായത് ഓരോ അൻവർ ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് ഈ പരാതി പാർട്ടിക്ക് നൽകിയിരിക്കുന്നത്. ശശിക്കെതിരെയുള്ള മാത്രമുള്ള പരാതിയാണ് ഇത് പാർട്ടി കൃത്യമായി നൽകിയിരിക്കുന്നത്. ഏതാണ് 12ഓളം പേജ് വരുന്ന ഒരു പരാതി. അതിൽ ഈ കരിപ്പൂരിൽ നിന്നുള്ള സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള, അതായത് കരിപ്പൂരിൽ നിന്ന് സ്വർണ്ണം കടത്തുന്നത് പോലീസ്, ഈ IPS സുജിദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അത് അവിടെ നിന്ന് സംഘങ്ങളിൽ നിന്ന് സ്വർണം വാങ്ങുന്നു, സ്വർണം പൊട്ടിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവരിൽ നിന്നുള്ള പണവും ഒരു പങ്ക് പി ശശിക്ക് പറ്റുന്നുണ്ട് എന്നുള്ള ആരോപണമാണ് ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് സാജൻ സ്ക്രിയ കേസുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ശശി ഇടപെടൽ നടത്തിയില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇക്കാര്യം കൃത്യമായി അറിയിച്ചില്ല. തുടർന്ന് അങ്ങോട്ടുള്ള ഒരുപാട് പരാതികൾ അതിനകത്ത് പറയുന്നുണ്ട്, 8ഓളം പരാതികൾ പറയുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ടതൊന്ന് സാമ്പത്തികമായിട്ടുള്ള ആരോപണമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ വ്യവസായികളുമായും അല്ലെങ്കിൽ മറ്റു കച്ചവടക്കാരുമായിട്ടുമൊക്കെ മധ്യസ്ഥ ചർച്ചയ്ക്ക് നിൽക്കുകയും ഇരു വിഭാഗങ്ങളുമായി മധ്യസ്ഥം നിൽക്കുകയും അവരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ പണം ആവശ്യപ്പെടുകയും പണം വാങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. മറ്റൊന്ന് ഒരു ലൈംഗികപരമായിട്ടുള്ള ആരോപണമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി നൽകാനെത്തുന്ന കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ അല്ല സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ പണം വാങ്ങിയതിനു ശേഷം, അവരുടെ ഫോൺ നമ്പർ വാങ്ങിയതിനു ശേഷം അവരെ പിന്നീട് ബന്ധപ്പെടുകയും കേസിൻ്റെ ആവശ്യത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്നീട് ബന്ധപ്പെടുകയും അവരോട് ശൃംഗാര രൂപത്തിൽ അല്ലെങ്കിൽ ലൈംഗിക ചുവട് കൂടിയുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണമാണ്. മറ്റൊന്ന് നേരത്തെ തന്നെ അൻവർ ഉന്നയിച്ചൊന്ന്, മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ പാർട്ടി പ്രവർത്തകരെയോ അല്ലെങ്കിൽ MLA മാർ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തലത്തിലുള്ള നേതാക്കന്മാരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ഒക്കെ വരുമ്പോൾ അവരെ മുഖ്യമന്ത്രിയെ കാണാൻ അനുവദിക്കാതിരിക്കുക, അവർക്കിടയിൽ ഒരു മറയായിക്കൊണ്ട് പി ശശി നിൽക്കുക എന്നുള്ളതാണ്. താൻ പറഞ്ഞോളാം, അത് നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണേണ്ട, എന്താണ് കാര്യം ചെല്ലിനോട് പറഞ്ഞാൽ മതി, താൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നേതാക്കന്മാരെ, MLA മാർ ഉൾപ്പെടെയുള്ള ഈ നേതാക്കന്മാരെ അവിടെ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ പറഞ്ഞയക്കുക തുടങ്ങിയ ആരോപണങ്ങളാക്കി തന്നെയാണ് ഈ പരാതിക്കകത്ത് ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇത് പാർട്ടിക്ക് നൽകിയ പരാതിയാണ്. പരാതിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ മാധ്യമങ്ങളിലൂടെ അൻവർ ഉന്നയിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ തന്നെയാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇത്തരത്തിലൊരു പരാതി പാർട്ടിക്ക് അൻവർ നൽകിയിട്ടില്ല എന്ന് ചില പാർട്ടി വക്താക്കൾ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് താൻ ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അത് തെളിയിക്കുന്നതിന് വേണ്ടി അല്പം മുമ്പ് രാവിലെയോടുകൂടി PV അൻവർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ പരാതി പുറത്തുവിട്ടിരിക്കുന്നത്. ജംഷീർ പറഞ്ഞതുപോലെ പാർട്ടിക്ക് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നുള്ള പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് PV അൻവർ ഇപ്പോൾ കൊടുത്ത പരാതി പുറത്തുവിട്ടിരിക്കുന്നത്. സെയ്ഫ് കൂടി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സെയ്ഫ്, പി ശശിക്കെതിരായ എല്ലാ ആരോപണങ്ങളും അവജ്ഞയോടെ പുച്ഛിച്ചു തള്ളുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് മാത്രമല്ല, മികച്ച പ്രവർത്തനമെന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് മുഖ്യമന്ത്രി നൽകിയിരുന്നു. ഇനിയിപ്പോൾ അൻവർ ഈ പരാതിയൊക്കെ പുറത്തുവിട്ടാൽ തന്നെ എന്താണ് കാര്യം? അത് പാർട്ടി പരിശോധിക്കാനുള്ള സാധ്യത തള്ളിക്കളയണ്ട. ഇനിയും മുഖ്യമന്ത്രി എന്തായാലും ക്ലീൻ ചിറ്റ് നൽകി. പക്ഷേ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ രശ്മ, അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, പത്രസമ്മേളനത്തിലടക്കം പറഞ്ഞിട്ടുണ്ട്. ഗൗരവത്തിൽ പരിഗണിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി ഗൗരവത്തിൽ പരിഗണിക്കും എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെയാണ് പി ശശിക്ക് ക്ലീൻ ചിറ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ പി ശശിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന വിശ്വാസം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു ക്ലീൻ ചിറ്റിൻ്റെ സ്വഭാവത്തിലാണ് അതുള്ളതെങ്കിലും ഈ പരാതി നമ്മൾ പുറത്തുനിന്ന് വായിക്കുമ്പോൾ അതിനകത്ത് ഒരു ഗൗരവ സ്വഭാവത്തിലുള്ള കാര്യമുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ഒരാൾക്കെതിരെ ഇടതുപക്ഷത്തിൻ്റെ തന്നെ MLA ആയ ഒരാൾ 8 ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് ഒരു പരാതി നൽകുന്നു. പാർട്ടി
പാർട്ടി അത് വായിച്ച് പ്രഥമ ദൃഷ്ടി അതിനകത്ത് കഴമ്പില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അതിനെ അവഗണിച്ച് കളഞ്ഞു എന്നാണ് പി.വി. അൻവർ ആരോപിക്കുന്നത്. പക്ഷേ ഇത് ഗൗരവ സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് 8 കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഇപ്പോൾ ഷാജൻ സ്കറിയയുടെ കേസുമായി ബന്ധപ്പെട്ട് ശശി നടത്തിയ ഇടപെടലുകൾ, അതുപോലെ തന്നെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് അജിത് കുമാറും ശശി നടത്തിയ ഇടപെടലുകൾ, പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണം താൻ ഉന്നയിച്ചപ്പോൾ അതിൽ ശശി നടത്തിയ ഇടപെടലുകൾ, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ശശി പണം പറ്റുന്നു എന്നുള്ള ആരോപണം, ഏറ്റവും ഒടുവിലായി സ്ത്രീകൾ ഓഫീസിൽ വരുന്ന സ്ത്രീകളുടെ നമ്പർ വാങ്ങി അവരെ വിളിക്കുന്നു എന്നുള്ള പരാതി, ശൃംഖല രൂപത്തിൽ സംസാരിക്കുന്നു, ഇങ്ങനൊരു പരാതിക്കാരിയെ തനിക്കറിയാമെന്ന് അൻവർ പറയുന്നുണ്ട്. ഇതൊന്നും ഗൗരവ സ്വഭാവത്തിലില്ല എന്ന് പാർട്ടി നേതൃത്വത്തിന് പൂർണ്ണമായും പറഞ്ഞു കളയാൻ കഴിയില്ല. ഇനി പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ടോ എന്ന കാര്യമൊക്കെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കേണ്ടതാണ്. ആദ്യഘട്ടത്തിൽ അതിനെ തള്ളിക്കളയുന്നുണ്ട്. പക്ഷേ നമ്മൾ പുറത്ത് ഈ പരാതി വരുമ്പോൾ, അത് പാർട്ടിയുടെ മുന്നിലേക്ക് നൽകിയ പരാതി, അത് പുറത്തേക്ക് വരുമ്പോൾ അതിനകത്തൊരു ഗൗരവ സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. വിവിധ തരത്തിലുള്ള ആരോപണങ്ങളിൽ ചില ഗൗരവ സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിനെ പാർട്ടി അവഗണിച്ച് കളയുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിനകത്ത് CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു നിലപാട് എന്തായാലും അറിയാൻ കഴിയും. അത് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് നൽകി, പാർട്ടി ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന സ്വഭാവത്തിൽ സംസാരിച്ചു. പക്ഷേ ക്ലീൻ ചിറ്റ് നൽകേണ്ട കാര്യങ്ങളല്ല പരാതിയിലുള്ളത് എന്നുള്ള വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. രേഷ്മ, ശരി, മുഖ്യമന്ത്രി പി ശശിക്ക് നൽകിയ ക്ലീൻ ചിറ്റ് പാർട്ടി നൽകുമോ എന്നുള്ളതാണ് ചോദ്യം. വിവരങ്ങളാണ് ജംഷീർ കൊടിനിയം സേഫ് സൈലാബ്ദീനും നൽകിയത്.